നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി ഞാൻ ഉമേഷ് ശിവരാമൻ. ആദ്യം നോക്കാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും UDF-ൽ സീറ്റ് വെച്ചുമാറുന്നതിൽ ധാരണയായില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കോൺഗ്രസും ഇന്ന് ആലുവ പാലസിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. തർക്കങ്ങളൊന്നുമില്ലെന്നും സീറ്റ് വിഭജനം പൂർത്തിയായി എന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതേസമയം സീറ്റ് ചർച്ചയിൽ ധാരണയായിട്ടില്ലെന്നും കോൺഗ്രസുമായി വീണ്ടും ചർച്ച നടത്തും എന്നുമാണ് കേരള കോൺഗ്രസ് ജോസഫ് ചെയർമാൻ PJ ജോസഫ് വ്യക്തമാക്കിയത്. അരമണിക്കൂർ ഞങ്ങൾ ഇരുന്ന് തീരുമാനമായി. അതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറയില്ല, അത് നാളെ പ്രഖ്യാപിക്കും. ലീഗായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചർച്ച തീരുമെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തീർന്നു. ഇത് അരമണിക്കൂർ കൊണ്ട് തീർന്നു, അത്രയേ ഉള്ളൂ. നാളെ ചെയ്യാനെല്ലാം നമ്മൾ നാളെ പോലെ കാര്യങ്ങളിലേക്ക് കിടക്കുമല്ലേ. 2 ദിവസത്തിനുള്ളിൽ എല്ലാ സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തിയായോ? പൂർത്തിയായിട്ടില്ല. അപ്പൊ ഇനിയും തർക്കങ്ങളുണ്ടപ്പോ ബാക്കിയുണ്ട്. അതേ സംബന്ധിച്ചെല്ലാം നാളെ. ഏറ്റുമാനൂർ സീറ്റിനെ ചൊല്ലിയാണ് ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയാകാതിരുന്നത്. സീറ്റ് വിട്ടു നൽകണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് നിരസിക്കുകയായിരുന്നു. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്നും ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ലിഡിയയിലേക്കാണ്. ലിഡിയ, ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നു? ലിഡിയ. ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മുൻപേ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള യോഗം, നിർണായകമായിട്ടുള്ള യോഗം ആലുവ ഗസ്റ്റ് ഹൌസിൽ നടന്നത്. അല്പം മുമ്പായിരുന്നു യോഗം അവസാനിച്ചത്. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ 2 നേതാക്കളൊപ്പം PJ ജോസഫും VD സതീശനും നമ്മോട് പ്രതികരിച്ചു. പക്ഷേ VD സതീശൻ പറഞ്ഞതിനെ തള്ളിക്കൊണ്ടാണ് PJ ജോസഫ് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഈ സീറ്റ് വെച്ചുമാറുന്നതിലാണ് ചർച്ച നടന്നിരുന്നത്. പ്രത്യേകിച്ച് 4 സീറ്റുകളായിരുന്നു കേരള കോൺഗ്രസിനോട് ചോദിച്ചിരുന്നത്. അത് ഇടുക്കി, ഒപ്പം ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, ഒപ്പം കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 സീറ്റുകൾ നൽകാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. പക്ഷേ 10 സീറ്റുകൾ വേണം എന്നുള്ള നിലപാടിൽ കേരള കോൺഗ്രസും ഉറച്ചു നിന്നു. ഇടുക്കി സീറ്റിലും ഒപ്പം ഏറ്റുമാനൂർ സീറ്റിലും വലിയ സമ്മർദ്ദമാണ് കോൺഗ്രസ് ചെലുത്തിയത്. അതിൽ ഇടുക്കി സീറ്റിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം, ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ഇതിൽ കൃത്യമായിട്ടുള്ള ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട്, മറ്റ് തർക്കങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള പ്രതികരണമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടാണ് PJ ജോസഫ് രംഗത്തെത്തിയത്. ഇതിൽ ഈ ചർച്ചയിൽ ഇനിയും തീരുമാനമാകാനുണ്ട്, സീറ്റ് ചർച്ചകൾ പൂർത്തിയാകാനുണ്ട് എന്നുള്ള തരത്തിലാണ് കേരള കോൺഗ്രസ് പ്രതികരിച്ചത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും എന്നാണ് കേരള കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ചർച്ചകൾ നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇടുക്കി സീറ്റിൽ തീരുമാനമായിട്ടുണ്ട്, ഏകദേശം കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് സീറ്റുകളിൽ കൂടി ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും 8 സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നതിലേക്കാണ് ധാരണയുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 2 സീറ്റുകളാകും വിട്ടു നൽകുക എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളാണ് നിലവിൽ ചർച്ചയായിട്ടുള്ളത്. ഇനിയും ചർച്ച നടക്കുമെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത്. പക്ഷേ സീറ്റ് വിഭജനം പൂർണ്ണമായും പൂർത്തിയായി എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ടോബി ജോൺസൺ കൂടി ചേരുന്നുണ്ട്. ടോബി, ഏറ്റുമാനൂരിന്റെ കാര്യത്തിലാണോ? അപ്പോൾ ഈ ഇടുക്കിയുടെ കാര്യത്തിൽ തീരുമാനമായോ? ഇടുക്കിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു തവണത്തേക്ക് മാത്രം അത് കോൺഗ്രസിന് വിട്ടു നൽകാനുള്ള നീക്കം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു ധാരണയായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഒറ്റ തവണ, അതായത് റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കാനുള്ള ഒരു ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ സീറ്റ്, ഇടുക്കി സീറ്റ് ഇത്തവണത്തേക്ക് നൽകാമെന്നുള്ള ധാരണയിലേക്ക് എത്തി എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിന്റെ അത് തീരുമാനമാകാത്തത് ഇപ്പോഴും ഏറ്റുമാനൂർ സീറ്റിന്റെ കാര്യത്തിലാണ്. കാരണം ഏറ്റുമാനൂരിൽ കേരള കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ പോലും കൃത്യമായിട്ടൊരു സ്ഥാനാർത്ഥികളെ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ അവിടെ പ്ലേസ് ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ജോസഫ് പാണക്കിന്റെ പേരാണ് പറഞ്ഞു കേട്ടത്. നേരത്തെ DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഒടുവിൽ അത് ജോസഫ് പാണക്കിനിലേക്ക് വന്നതോടുകൂടി കടുത്ത എതിർപ്പ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഉയർന്നു വരികയായിരുന്നു. കാരണം അതിനേക്കാൾ വിജയസാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസിന് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇന്ന് നാളെ പുലർച്ചെ തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ 25 ദിവസം മാത്രം. അടുത്ത മാസം 9-നാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. മെയ് 4-ന് വോട്ടെണ്ണൽ. ഈ മാസം 23 വരെ പത്രിക നൽകാം. കേരളത്തിനൊപ്പം അസമിലും പുതുച്ചേരിയിലും ഏപ്രിൽ 9-ന് ജനം വിധിയെഴുതും. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23-നാണ് വോട്ടെടുപ്പ്. ബംഗാളിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രാബല്യത്തിലായി.
140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. കേരളമടക്കം 5 സംസ്ഥാനങ്ങളിലെ 824 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 14.4 കോടി വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. കേരളത്തിൽ തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. മാർച്ച് 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 24-നാണ് സൂക്ഷ്മ പരിശോധന. 26 വരെ പത്രിക പിൻവലിക്കാൻ അവസരമുണ്ട്. ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കും. വോട്ടെണ്ണൽ മെയ് 4-നും നടത്തും. Tamil Nadu, all 234 assembly constituencies will go for poll on 23rd of April in one phase, and the counting shall be on the same day for all the 5 states/UT, that is 4th of May 2026. West Bengal, the 294 assembly constituencies, the polling shall be held in 2 phases. In the first phase 152 and the second phase 142. അസമിലും പുതുച്ചേരിയിലും കേരളത്തോടൊപ്പം ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് നടക്കും. തമിഴ്നാട്ടിൽ ഇത്തവണ ഏപ്രിൽ 23-നാണ് പോളിംഗ്. കഴിഞ്ഞ തവണ 8 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമബംഗാളിൽ ഇത്തവണ 2 ഘട്ടത്തിലേക്ക് ചുരുക്കി. ഏപ്രിൽ 23-നും 29-നുമായാണ് പശ്ചിമബംഗാളിലെ 294 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുക. 5 സംസ്ഥാനങ്ങളിലെയും വോട്ടെണ്ണൽ മെയ് 4-ന് നടക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ പ്രഖ്യാപനം 2 ആഴ്ചയിലേറെ നീണ്ടുപോയെങ്കിലും മെയ് 4-ന് തന്നെ 5 സംസ്ഥാനങ്ങളിലെയും നടപടികളെല്ലാം പൂർത്തിയാക്കി ഫലപ്രഖ്യാപനം നടത്തുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയക്രമം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി രാജ്യം വാശിയേറിയ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. വിജ്ഞാൻ ഭവനിൽ നിന്നും ബൽറാം നെടുങ്ങാടി, 24. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കളത്തിൽ ആദ്യം ഓടിയെത്തി CPIM. തിരുവനന്തപുരത്തെ VIP മണ്ഡലങ്ങളിൽ റോഡ് ഷോ അടക്കം പര്യടനം നടത്തി സ്ഥാനാർത്ഥികൾ. പ്രഖ്യാപനത്തിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാനായ ആത്മവിശ്വാസത്തിലാണ് LDF. തലസ്ഥാനത്തെ VIP മണ്ഡലങ്ങളിലെല്ലാം ആദ്യമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനായി എന്നതിനൊപ്പം ഇന്ന് തന്നെ റോഡ് ഷോ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്കും CPIM കടന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ VK പ്രശാന്ത് നടത്തിയ റോഡ് ഷോ AKG സെന്ററിന് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയുടെ റോഡ് ഷോയ്ക്ക് കരമന ജംഗ്ഷനിൽ സ്വീകരണവും നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേരിടേണ്ടി വന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്ന് കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ റോഡ് ഷോക്കിടെ 24-നോട് പറഞ്ഞു. ഈ മടിയിൽ കനമില്ലെങ്കിൽ വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന് എൻ്റെ പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് വഴിയിൽ ഞാൻ ആരെയും ഭയപ്പെടുന്നതുമില്ല. കളമശ്ശേരി മണ്ഡലത്തിൽ മന്ത്രി P രാജീവും ബേപ്പൂരിൽ മന്ത്രി PA മുഹമ്മദ് റിയാസും റോഡ് ഷോ നടത്തി. ശക്തരായ എതിർ സ്ഥാനാർത്ഥികൾ പോലും മലമ്പുഴ മണ്ഡലത്തിലില്ലെന്ന് LDF സ്ഥാനാർത്ഥി AA പ്രഭാകരൻ 24-നോട് പറഞ്ഞു. ഞാൻ എവരെയാ, ഞാനിവിടെ ജനിച്ചു വളർന്ന മണ്ണാണ്. അവർ രണ്ടാളും ഈ മണ്ഡലത്തിലല്ല. ഇടതുപക്ഷത്തിന്റെ നല്ല മിന്നുന്ന വിജയം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാനത്തുടനീളം ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായതിന്റെയും തലസ്ഥാനത്തെ VIP മണ്ഡലങ്ങളിൽ ഇന്ന് തന്നെ പ്രചാരണത്തിന് തുടക്കം കുറിക്കാനായതിന്റെയും ആത്മവിശ്വാസത്തിലാണ് CPM-ഉം ഇടതുമുന്നണിയും. 24 തിരുവനന്തപുരം. എതിർ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഏറ്റുമാനൂരിൽ താൻ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി VN വാസവൻ. ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണെന്നും മന്ത്രി VN വാസവൻ 24-നോട്. ഏറ്റുമാനൂരിൽ മറ്റൊരു ചർച്ചകൾക്കും പ്രസക്തിയില്ലായിരുന്നു. എന്തായാലും ഇത്തവണയും VN വാസവൻ തന്നെയാണ് മത്സരിക്കുന്നത്. വാസവൻ, എങ്ങനെയാണ് പ്രതീക്ഷകൾ? വളരെ ചുരുങ്ങിയ സമയം മാത്രമാണുള്ളത്. ജനങ്ങളിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ? ഈ 5 വർഷത്തെ പ്രവർത്തനമായിരിക്കുമോ പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടുക? നിശ്ചയമായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ദശാബ്ദക്കാലത്തെ ഭരണരംഗത്തെ ഏറ്റവും മികവാർന്ന മുന്നേറ്റം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അല്ലലില്ലാതെ, വിഷമമില്ലാതെ, പട്ടിണിയില്ലാതെ, അന്ധകാരാവൃതമായൊരവസ്ഥയില്ലാതെ, പ്രകാശപൂർണമായൊരവസ്ഥയിൽ സഞ്ചരിച്ചൊരു കാലഘട്ടമാണ് ഈ ഒരു ദശാബ്ദക്കാലം. അതുകൊണ്ട് സ്വാഭാവികമായി ജനങ്ങൾ കേരളത്തിലെ ഭരണത്തെ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലും ഞങ്ങൾ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം കൃത്യമായി ആ വികസനത്തിൻ്റെ സന്ദേശം എത്തിച്ച് ജനങ്ങളോടൊപ്പം സഞ്ചരിച്ചിരുന്നു. ആ വലിയ രൂപത്തിലുള്ള ഇടപെടലുകൾ നിശ്ചയമായും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള
പ്രതികരണം ഞങ്ങൾക്ക് അനുകൂലമായി കിട്ടും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ. വാസവൻ ചേട്ടൻ്റെ ഇപ്പോൾ ചുവരുകൾ എഴുതി കഴിഞ്ഞു, ഇന്നിപ്പോൾ പ്രചരണത്തിലേക്കും ഇറങ്ങി കഴിഞ്ഞു. അപ്പോൾ എതിർ സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ലഭിക്കുന്നില്ല. UDFിൻ്റെ സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ചും പ്രത്യേകിച്ചും കേരള കോൺഗ്രസിനാണോ സീറ്റ് എന്നുള്ളത് സംബന്ധിച്ചും ഒക്കെ തർക്കം നടക്കുന്നു. BDJS ആണോ BJP ആണോ മത്സരം നടക്കുന്നു. അപ്പോൾ വാസവൻ ചേട്ടനെതിരെ മത്സരിക്കാൻ എതിർ സ്ഥാനാർത്ഥികൾ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളൊരു ഇതുണ്ടോ? അതിനെ എങ്ങനെയാണ് നോക്കുക? ഇല്ല, ആ വിഷയത്തിൽ എനിക്ക് ആര് വന്നാലും തർക്കമില്ല. ആരെയും നേരിടാൻ ഞാൻ തയ്യാർ. മാത്രമല്ല UDFിനെ സംബന്ധിച്ചോളം ഇവിടുത്തെ പ്രശ്നം മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ അനൈക്യത്തിൻ്റെയും അസംതൃപ്തിയുടെയും അസഹിഷ്ണുതയുടെയും ഉള്ളടക്കങ്ങൾ. അവർക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പേ ആര് മുഖ്യമന്ത്രിയാകണം എന്നുള്ളതിനെ വലിയ തർക്കങ്ങളാണ്. അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കുപ്പായം തയ്ച്ചവരെല്ലാം ഈ രംഗത്ത് നിരാശരായി പോകേണ്ട രൂപത്തിലേക്ക് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്ക് കേന്ദ്രീകരിച്ചൊരു ലീഡർഷിപ്പ് ഇല്ലാതെ, അവർക്കൊരു ഐക്യമില്ലാതെ എങ്ങനെ ഈ നാടിനെ ഭരിക്കും? കേരള കോൺഗ്രസ് കഴിഞ്ഞ തവണ വന്നു, ഒരു മികച്ച വിജയം കോട്ടയം ജില്ലയിലുണ്ടായിരുന്നു. ഇത്തവണ കോട്ടയം ജില്ലയിലെ പ്രതീക്ഷ എങ്ങനെയാണ്? ആ സീറ്റ് വിഭജനമൊക്കെ കൃത്യമായിട്ട് നടന്നു. അപ്പോൾ കൂടുതൽ സീറ്റുകൾ കോട്ടയം ജില്ലയിൽ നിന്ന് LDFിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിശ്ചയമായും. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5 സീറ്റാണ് കിട്ടിയത്. ഇവിടെ 9 സീറ്റാണുള്ളത്. ഈ പ്രാവശ്യം 9 സീറ്റും പിടിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നു. കേരള കോൺഗ്രസിൻ്റെ വരവ് ഏറെ സഹായകരമായി മാറിയിട്ടുണ്ട്. മുന്നണി എന്ന രൂപത്തിൽ വന്നതേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പം നല്ല രൂപത്തിലുള്ള യോജിച്ച പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് നല്ല ടീം വർക്കോടെ ഞങ്ങൾ ജയിക്കും. തീർച്ചയായിട്ടും അതാണ് മന്ത്രി ഇത്തവണ ഏറ്റുമാനൂരിൽ തന്നെ ജനവിധി തേടുകയാണ്. എന്തായാലും കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്തു തീർത്തു എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ കൂടിയാണ് VN വാസവൻ ഇത്തവണ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് 2020. സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ബാബു ദിവാകരനാണ് കുന്നത്തുനാട് മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. 95% സീറ്റ് ചർച്ചകൾ പൂർത്തിയായെന്നും വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പത്തനംതിട്ട കോൺഗ്രസിൽ തർക്കത്തെ തുടർന്ന് പാർട്ടി വിട്ട ബാബു ദിവാകരനാണ് കുന്നത്തുനാട്ടിൽ NDAയുടെ മുഖം. DCC ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആളാണ് ബാബു ദിവാകരൻ. 35 വർഷത്തിലേറെ പ്രവർത്തിച്ച് തന്നെ കോൺഗ്രസ് വഞ്ചിച്ചു എന്നും ബാബു ദിവാകരൻ. ഇത്തവണ ഞാനിന്ന് ഒരു അവസാന ചാൻസ് എന്ന നിലയിൽ ചോദിച്ചു. പക്ഷേ അത് പരിഗണിക്കുന്നില്ല. ആ വഴിയിലൂടെ പോലും എന്റെ അപേക്ഷ വെക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ എന്റെ വേദനകൾ പുറത്തു. ജനങ്ങൾ പ്രതീക്ഷിക്കാത്തതും ചിന്തിക്കാത്തതുമായ പലരും വരും ദിവസങ്ങളിൽ NDAയിലേക്ക് എത്തുമെന്ന് 2020 പ്രസിഡന്റ് സാബു M. ജേക്കബ്. ഞങ്ങളുടെ 2020യുടെ എല്ലാ സ്ഥാനാർത്ഥികളും സർപ്രൈസ് നൽകുന്നതായിരിക്കും. 95% സീറ്റ് ചർച്ചകൾ പൂർത്തിയായെന്നും വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് നശിപ്പിച്ച് CPM നശിപ്പിച്ച് നാടിനെ മാറ്റാൻ BJP NDA 2020 BDS മാത്രമേ കഴിയുള്ളൂ. ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം കൊണ്ടുവരും എന്ന് ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്, ആത്മവിശ്വാസമുണ്ട്. ഒരു തർക്കവുമില്ല, ഒരു ഇഷ്യൂ ഇല്ലാതെ ഞങ്ങൾ NDAയിൽ സീറ്റ് വിഭജനവും സീറ്റ് ഡിവിഷനും സീറ്റ് തീരുമാനമെല്ലാം നന്നായി നടക്കും. കേരളത്തിലുടനീളം 2020യുടെ സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ സാബു M. ജേക്കബ് മത്സര രംഗത്തുണ്ടാകുമോ എന്ന കാര്യത്തിൽ അതും സർപ്രൈസ് ആണെന്ന് കൂട്ടിച്ചേർത്തു. ചക്കയാണ് 2020യുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. 24 കൊച്ചി. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിന്റെ തുടർച്ചയായിരിക്കും ഉടുമ്പൻചോലയിൽ ഇത്തവണയുമെന്ന് LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ. M. മണിയെ മാറ്റി താൻ സ്ഥാനാർത്ഥിയായതിൽ ആർക്കും നിരസമില്ല. M. മണിയും പ്രചാരണത്തിൽ സജീവമായി ഉണ്ടാകുമെന്നും KK ജയചന്ദ്രൻ 24നോട് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ഒട്ടും വൈകാതെ തന്നെ പ്രചരണത്തിൽ സജീവമായിരിക്കുകയാണ് ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി KK ജയചന്ദ്രൻ. എങ്ങനെയാണ് മണ്ഡലത്തിന്റെ ഒരു പ്രതികരണം? ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലെ പ്രതികരണം എന്ന് പറയുന്നത് LDFന് വേണ്ടിയുള്ള പ്രതികരണമാണ്. എല്ലാ ജനവിഭാഗങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതികൂലമായ ഒരു ഘടകവും ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലില്ല. അത് തന്നെ കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിന്റെ തുടർച്ചയായിരിക്കും ഇനി അങ്ങോട്ട്. യാതൊരു സംശയമില്ല, അത് തുടരുക എന്നുള്ളതാണ്. അതാണല്ലോ എല്ലാം ഒന്നിന്റെ തുടർച്ചയാണല്ലോ. 1957 EMS വന്നു. EMS വന്നപ്പോൾ കുറേയധികം പരിഷ്കാരങ്ങളും നിയമ നടപടികളും ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് അതിന് ശേഷം വന്നിട്ടുള്ള എല്ലാ ഗവൺമെൻറ്റുകളും. എന്ന് പറഞ്ഞ പോലെയാണ് ഞങ്ങളെല്ലാവരും. പഴയതിൻ്റെ തുടർച്ചയാണ്. അതിനെ പിന്നെ സംശയിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ തീരുമാനം പാർട്ടിയുടെ തീരുമാനമാണ്. അപ്പോൾ പിന്നെ നീരസത്തിൻ്റെ കാര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പൂർണ്ണ പിന്തുണയുമായിട്ട് ഒപ്പം ഉണ്ടാവും. 100%. എന്താ സംശയിച്ചിരിക്കുന്നത്? എന്തായാലും മണ്ഡലത്തിൽ കൂടുതൽ കളം നിറഞ്ഞ LDF സ്ഥാനാർത്ഥി പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.
തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് CPIM-ഉം CPI-യും LDF-ൽ CPI-യും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച മാത്രമാണ് പൂർത്തിയാകാനുള്ളത്. എലത്തൂരിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള NCP-യിലെ കലഹവും സീറ്റ് വിഭജനത്തിൽ RJD-യിലെ ഒരു വിഭാഗത്തിന്റെ അതൃപ്തിയുമാണ് LDF-ലെ കല്ലുകടി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ CPI-യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 4 മന്ത്രിമാരും സിറ്റിംഗ് മണ്ഡലങ്ങളിൽ വീണ്ടും മത്സരിക്കും. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി വിവാദമുണ്ടായ നാട്ടികയിൽ ഗീതാ ഗോപി തന്നെ സ്ഥാനാർത്ഥി. E.T. ടൈസൺ പറവൂരിലേക്ക് മാറിയപ്പോൾ തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് കയ്പമംഗലത്ത് മത്സരിക്കും. 5 വനിതാ സ്ഥാനാർത്ഥികളും CPI പട്ടികയിലുണ്ട്. നാട്ടിക സഖാവ് ഗീതാ ഗോപി, കയ്പമംഗലം സഖാവ് KK വത്സരാജ്, കൊടുങ്ങല്ലൂർ സഖാവ് VR സുനിൽകുമാർ. തൊട്ടു പിന്നാലെ CPIM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. 86 സീറ്റുകളിൽ മത്സരിക്കുന്ന CPIM-ന്റെ 56 MLA-മാർ മത്സരിക്കും. മുഖ്യമന്ത്രിയും 10 മന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. 7 വനിതാ സ്ഥാനാർത്ഥികളാണ് പട്ടികയിലുള്ളത്. നിലമ്പൂരിൽ U ഷറഫലി ഉൾപ്പെടെ 6 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. പാലക്കാട് ഉൾപ്പെടെ 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. കൊല്ലത്ത് M മുകേഷിന് പകരം S ജയമോഹൻ മത്സരിക്കും. പൊതു സ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് CPIM മത്സരിക്കുന്നത്. നിലവിലുള്ള 56 MLA-മാർ ഇത്തവണ മത്സരരംഗത്തുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒരാൾ മത്സരിക്കണം എന്നാണ് PB തീരുമാനിച്ചത്. PB അംഗവും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി മുമ്പ് തന്നെ തീരുമാനിച്ചു. മുന്നണിയിലെ ആദ്യ 2 പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും LDF-ലെ മറ്റ് ഘടകകക്ഷികളുടെ പോരവസാനിച്ചിട്ടില്ല. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ് എം. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. RJD പിളർത്താനാണ് ഒരു വിഭാഗത്തിന്റെ നീക്കം. ഇന്ന് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ 6 സീറ്റ് വേണമെന്ന നിലപാടിൽ ഒരു വിഭാഗം ഉറച്ചുനിന്നു. ഇവരുടെ യോഗം അടുത്തയാഴ്ച ചേരും. എലത്തൂർ സീറ്റിന് ചൊല്ലി NCP-യിൽ കലഹം തുടരുകയാണ്. തനിക്ക് മത്സരിക്കണമെന്ന നിലപാടിൽ മന്ത്രി AK ശശീന്ദ്രൻ ഉറച്ചു നിൽക്കുകയാണ്. കുട്ടനാട്ടിൽ തോമസ് കെ തോമസിനാണ് മുൻതൂക്കം. AK ശശീന്ദ്രന്റെ കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക് 24. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്ന് അമേരിക്ക. US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റിന്റേതാണ് പ്രസ്താവന. ക്രൂഡ് ഓയിൽ വിതരണം പുനഃസ്ഥാപിക്കുമെന്നും വിലയിൽ ഇടിവ് സംഭവിക്കുമെന്നും അമേരിക്ക പ്രതികരിച്ചു. അതേസമയം വെടിനിർത്തലിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കഴിയുന്നിടത്തോളം സ്വയം പ്രതിരോധം തുടരാനാണ് തീരുമാനമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. വെടിനിർത്തലിന് ഇറാൻ അഭ്യർത്ഥിച്ചിട്ടില്ലെന്നും അമേരിക്കയുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും ഇറാൻ പ്രതികരിച്ചു. ചർച്ചകളില്ലാതെ തന്നെ ജനതയെ സംരക്ഷിക്കാനുള്ള ശക്തി ഇറാൻ നേതൃത്വത്തിനുണ്ട് എന്നാണ് അറാഗ്ചിയുടെ പ്രതികരണം. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ പ്രവാസികൾക്ക് സഹായഹസ്തവുമായി ബഹ്റൈൻ കേരളീയ സമാജം ഗൾഫ് എയറുമായി സഹകരിച്ച് ദമാം വഴി കേരളത്തിലേക്കുള്ള ആദ്യത്തെ ചാർട്ടേഡ് വിമാനം ക്രമീകരിച്ചു. യാത്രക്കാരുമായി മനാമയിലെ ഗോൾഡൻ ട്യൂലിപ്പ് ഹോട്ടലിൽ നിന്ന് ഇന്ന് പുലർച്ചെ 1 മണിക്ക് ബസ് പുറപ്പെട്ടു. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കലും ചേർന്ന് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാർച്ച് 16, 17, 20 തീയതികളിൽ കൊച്ചിയിലേക്ക് കൂടുതൽ ചാർട്ടേഡ് വിമാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്ന് ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള അറിയിച്ചു. രാജ്യത്തെ പാചകവാതക പ്രതിസന്ധിക്ക് പരിഹാരമായില്ല. LPG സിലിണ്ടറുകൾക്കായി വൻ നഗരങ്ങളിലടക്കം ജനത്തിന്റെ കാത്തിരിപ്പ് തുടരുകയാണ്. LPG-യുമായി ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട 2 കപ്പലുകൾ അടുത്ത ദിവസം ഇന്ത്യൻ തീരത്തെത്തും. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 200-300 മീറ്റർ നീളത്തിൽ വലിയ ക്യൂ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ടായിരുന്നു. ഈ സ്ത്രീകളൊക്കെ എത്ര മണിക്കാണ് വന്നത് എന്നത് അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. हम लोग 3 बजे आए थे. 3 बजे 3 മണിക്ക് ഗ്യാസ് കുറ്റിയുമായി വന്ന ആളുകളാണ്. മഹാരാഷ്ട്രയിലെ നവി മുംബൈയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഡൽഹി ഉൾപ്പെടെയുള്ള നഗരങ്ങളിലും LPG സിലിണ്ടറിനായി നീണ്ട നിര. വിവിധ സംസ്ഥാനങ്ങളിൽ കരിഞ്ചന്തയും പൂഴ്ത്തിവെപ്പും പരിശോധിക്കുന്നതിന് തിരച്ചിൽ തുടരുകയാണ്. ഉത്തർപ്രദേശിൽ 50-ലേറെയും മധ്യപ്രദേശിൽ 60-ലേറെയും LPG സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. കരിഞ്ചന്തയിൽ വിൽക്കാൻ ശ്രമിച്ച സിലിണ്ടറുകളാണ് പിടിച്ചെടുത്തത്. അതേസമയം പാചകവാതക പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. പൈപ്പ് വഴി പ്രകൃതിവാതക കണക്ഷനുള്ള വീടുകളിൽ ഇനി മുതൽ ഗാർഹിക LPG സിലിണ്ടറുകൾ ഉപയോഗിക്കാൻ അനുമതിയില്ല. പുതിയ ഭേദഗതി ഉത്തരവ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കി. ഇരട്ട കണക്ഷനുകൾ ഒഴിവാക്കി പാചകവാതക വിതരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. അതേസമയം ഹോർമുസ് കടന്ന ഇന്ത്യൻ പതാകയേന്തിയ ശിവാലിക്, നന്ദാദേവി കപ്പലുകൾ നാളെയോടെ ഇന്ത്യൻ തീരത്തെത്തും. 92,700 ടൺ LPG ശേഖരവുമായാണ് കപ്പലുകൾ മുന്ദ്ര, കണ്ടല തുറമുഖങ്ങളിൽ എത്തുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം
നാഷണൽ ഡെസ്ക് 24. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വലഞ്ഞ് രാജ്യത്തെ കയറ്റുമതി മേഖല. പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ കണ്ടെയ്നറുകൾ തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. അതേസമയം സംസ്ഥാനത്ത് പച്ചക്കറി, ഇറച്ചി മാർക്കറ്റുകളിൽ വിൽപ്പന കുറഞ്ഞത് പ്രതിസന്ധിക്കിടയാക്കി. ഒരാഴ്ചയിലേറെയായി ഗൾഫ് മേഖലയിലേക്കുള്ള ഒരൊറ്റ ചരക്ക് കപ്പലും മുംബൈ തീരത്ത് നിന്ന് പുറപ്പെട്ടിട്ടില്ല. പഴവർഗ്ഗങ്ങളടങ്ങിയ 1000-ലേറെ കണ്ടെയ്നറുകളാണ് മുംബൈ തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നത്. പ്രാദേശിക വിപണിയിലെ വിലയിടിവും കർഷകരെ വലയ്ക്കുന്നു. കേരളത്തിലെ പച്ചക്കറി, ഇറച്ചി മാർക്കറ്റുകളിൽ പ്രതിസന്ധി കാര്യമായി ബാധിച്ചു തുടങ്ങി. കോഴിക്കോട് പാളയം മാർക്കറ്റിലെ മൊത്ത വിപണന കേന്ദ്രത്തിൽ തിരക്ക് കുറഞ്ഞു. ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ് പറയുന്നത്. പക്ഷെ എന്നാലും വലിയൊരു കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. കുറച്ചുകൂടി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏതായാലും നമ്മൾക്ക് ബാധിക്കുന്നുണ്ട്. മുമ്പുള്ളതിനെക്കാട്ടിയും കച്ചവടം കുറഞ്ഞിട്ടുണ്ട്. സാധാരണ ഇവിടെ കുറച്ച് ജാസ്തി ആൾ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഹോട്ടലിൽ കച്ചവടം കുറവാണ്. പല ഹോട്ടലും പൂട്ടിയിരിക്കുന്നു. പാചകവാതക പ്രതിസന്ധിയെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചത് ഇറച്ചി വിൽപ്പനയെയും ബാധിച്ചു. ഞങ്ങൾക്കിപ്പോൾ ഒരു 6 ദിവസമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ സിലിണ്ടറുകൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല. പരമാവധി ഗ്യാസ് ഉള്ള സിലിണ്ടർ എങ്ങനെ തീർക്കാതെ പരമാവധി കൊണ്ടുപോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വിമാനയാത്ര തടസ്സപ്പെട്ടത് രാജ്യത്തെ മെഡിക്കൽ ടൂറിസത്തെയും ബാധിച്ചു തുടങ്ങിയെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് 24. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ കവർച്ച. 2 കോടി രൂപ വിലമതിക്കുന്ന സ്വർണം മോഷണം പോയെന്ന് ഗൗരി ലക്ഷ്മിബായി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. പേരൂർക്കട പോലീസ് അന്വേഷണം തുടങ്ങി. ഗൗരി ലക്ഷ്മിബായിയുടെ കൈവശം ഉണ്ടായിരുന്ന അമൂല്യരത്നങ്ങൾ പതിച്ച സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയതെന്നാണ് വിവരം. പാരമ്പര്യമായി കൈമാറി വന്ന ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പത്മനാഭസ്വാമിയുടെ ചിത്രം കുത്തിയ ആഭരണങ്ങളും വിദേശത്തു നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങളും മോഷണം പോയവയിലുണ്ട്. 2025 നവംബർ മാസത്തിൽ ബംഗളൂരുവിൽ പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണം നഷ്ടമായതായി കണ്ടത്. തുടർന്ന് കൊട്ടാരത്തിൽ പരിശോധന നടത്തിയിട്ടും ആഭരണങ്ങൾ ലഭിച്ചില്ല. 2025 ഒക്ടോബർ നവംബർ മാസത്തിൽ കവർച്ച നടന്നുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ആഭരണങ്ങൾ നഷ്ടമായ വിവരം നവംബറിൽ തന്നെ അറിഞ്ഞിരുന്നുവെങ്കിലും കൊട്ടാരത്തിനുള്ളിൽ തന്നെ കാണുമെന്ന് കരുതിയതിനാലാണ് പരാതി കൊടുക്കാൻ വൈകിയതെന്നാണ് കൊട്ടാരത്തിന്റെ വിശദീകരണം. പുറത്തു നിന്നുള്ള ആരോ കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തിയെന്നാണ് പരാതി. വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് പേരൂർക്കട പോലീസ്. 24 തിരുവനന്തപുരം. ജമ്മുകശ്മീർ ഉറി സെക്ടറിൽ പാക് ഭീകരനെ വധിച്ച് സുരക്ഷാസേന. നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഓപ്പറേഷൻ ഡിഗ്ഗി 2 എന്നാണ് ദൌത്യത്തിന് സേന നൽകിയ പേര്. ജമ്മുകശ്മീർ പോലീസും കരസേനയും സംയുക്തമായാണ് ഏറ്റുമുട്ടലിൽ പങ്കെടുത്തത്. കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയം രാജ്യാന്തര ഫുട്ബോൾ മത്സരത്തിന് വേദിയാകുന്നു. ഈ മാസം 31-ന് ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഹോങ്കോങ്ങിനെ നേരിടും. 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യ കേരളത്തിൽ കളിക്കാനെത്തുന്നത്. 2016 മാർച്ചിൽ ഇന്ത്യ തുർക്ക്മെനിസ്ഥാൻ ലോകകപ്പ് യോഗ്യതാ മത്സരമാണ് ഇതിനു മുൻപ് കൊച്ചിയിൽ നടന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി നടന്ന പൊതുപരിപാടിയിൽ സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം ഒരുക്കിയ ആരോഗ്യ സംവിധാനമാണ് കോവിഡ് കാലത്ത് കരുത്തായത്. സംവരണം പാലിച്ചുള്ള നിയമനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. രാജ്യത്തെ 60% നിയമനവും നടക്കുന്നത് കേരളത്തിലാണ്. എന്നാൽ ഒട്ടേറെ സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറിയെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഇടപെടലുകളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. അതുപോലെ തന്നെ ആരോഗ്യമേഖലയിലുള്ള ഒട്ടേറെ ഇടപെടലുകൾ, അതിലും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് വൻ മാറ്റം ഈ കാലയളവിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ്. കോവിഡ് വന്നപ്പോൾ കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും കേരളം ഒരുക്കിയ ആരോഗ്യ സൗകര്യങ്ങളെ കോവിഡിനെ കവച്ചുവെക്കാൻ കഴിയാതിരുന്നത്. വലിയ തോതിൽ സംവരണ തത്വം പാലിച്ചുകൊണ്ടുള്ള നിയമനങ്ങളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ 60% റിക്രൂട്ട്മെൻറ്റും കേരളമെന്ന ചെറിയ സംസ്ഥാനത്തിലാണ് നടക്കുന്നത് നമ്മൾ ഓർക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.